ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇഡ്ഡലി സാമ്പാർ ഇഷ്ടമില്ലാത്തവരായി നമ്മുടെ ഇടയിൽ ആരും കാണുകയില്ല അല്ലേ? പക്ഷേ ഈ സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി രാവിലെ നല്ല സമയം വേണം. എന്നാൽ സാമ്പാറിന് വേണ്ട പച്ചക്കറി അരിയുന്ന സമയം പോലും വേണ്ട സാമ്പാർ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് കാണണ്ടേ? അതുപോലെ ചാമ അരി കൊണ്ട് തയ്യാറാക്കിയ ഇഡ്ഡലിയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ളത്. ചാമ അരി സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇത് 2 കപ്പ് എടുത്തിട്ടുണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ ഒരു ലൈക്കും കൂടി. 1/2 കപ്പോളം ഉഴുന്നും എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർക്കാം. എന്നിട്ടിത് നല്ലതുപോലെ 4-5 പ്രാവശ്യം കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് കുതിർക്കാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞു. നന്നായിട്ടിത് കുതിർന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. സാധാരണ ഇഡ്ഡലിക്ക് അരയ്ക്കും പോലെ അരച്ചാൽ മതി. വെള്ളം കുറച്ച് ഒഴിച്ചരയ്ക്കണം. ഇതിനി ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇതിപ്പോൾ രാത്രി സമയമാണ്. നാളെ രാവിലെ ഇതുകൊണ്ട് നമുക്ക് രുചികരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കാം. കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ അടിച്ചെടുക്കണം. എത്ര സമയം ഇതുപോലെ കൈകൊണ്ട് അടിച്ചെടുക്കും അത്രയും സോഫ്റ്റായിട്ട് കിട്ടും. ഞാനൊരു 3 മിനിറ്റ് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തിട്ടില്ല. ഇത് അടച്ച് വയ്ക്കാം. ഇപ്പോൾ രാവിലെയായി. ഇത് പമ്പയാറിൻ്റെ തീരത്താണ് ഞാൻ നിൽക്കുന്നത്. നോക്കിക്കേ എന്ത് ഭംഗിയാണ് കാണാനെന്ന്. സാമ്പാറിൻ്റെ പ്രീമിക്സ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതിനായിട്ട് തുവരപ്പരിപ്പ്, അരി, മല്ലി, കടലപ്പരിപ്പ്, കുറച്ച് ഉഴുന്ന്, കുറച്ച് പുളി. ഒരു കിച്ചൺ ടവലിൽ 1 കപ്പ് തുവരപ്പരിപ്പും 4 ടേബിൾ സ്പൂൺ മല്ലിയും 1 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടിയിട്ട് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കാം. സമയമുണ്ടെങ്കിൽ ഇതൊന്ന് കഴുകി ഉണക്കിയെടുത്താലും വളരെ നല്ലതാണ്. ഇതിൻ്റെ കൂടെ 5-6 പിരിയൻ മുളകും 3 വറ്റൽ മുളകും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഞെട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കണം. അവധി ദിവസങ്ങളിലൊക്കെ ഇതുപോലെ ഒരു പ്രീമിക്സ് തയ്യാറാക്കി വെച്ച് നോക്കിക്കേ, എത്ര ടേസ്റ്റാണ്, എത്ര എളുപ്പമാണ് സാമ്പാർ ഉണ്ടാക്കാനെന്ന്. 1 ടേബിൾ സ്പൂൺ അരി കൂടി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അരിയിൽ നല്ല അഴുക്കുള്ളത് കൊണ്ട് അത് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. പച്ചരിയാണെങ്കിലും കുഴപ്പമില്ല, നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി. ഇങ്ങനെ ചൂടായ ചീനിച്ചട്ടിയിലിട്ട് 1 മിനിറ്റ് ഒന്ന് വറുക്കുമ്പോൾ തന്നെ അത് നല്ല ചൂടായി കിട്ടും. ഇതോടൊപ്പം നേരത്തെ എടുത്തു വെച്ച പരിപ്പും മല്ലിയും ഉഴുന്നും കൂടി ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതോടൊപ്പം ചേർക്കാം. എന്നിട്ട് ചെറിയ ചൂടിലൊന്ന് വറുത്തെടുക്കണം. ഇതോടൊപ്പം 1 ടീസ്പൂൺ കുരുമുളകും നേരത്തെ എടുത്തു വെച്ച മുളകും കൂടി ചേർക്കാം. അതോടൊപ്പം 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്തിട്ട് വറുത്തെടുക്കാം. കുറച്ച് ദിവസം കേടുകൂടാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വറുത്തെടുക്കുന്നത്. സാമ്പാറിന് നല്ലൊരു കൊഴുപ്പ് കിട്ടാനായിട്ട് 1 ടേബിൾ സ്പൂൺ പട്ടാണി കടല ചേർക്കാം. ഇത് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. 1 നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയും കൂടി ചേർത്ത് വറുക്കാം. ഹോട്ടലിലൊക്കെ കിട്ടുന്ന സാമ്പാറിൻ്റെ അതേ ടേസ്റ്റാണ് ഈ നമ്മൾ ഇങ്ങനെ തയ്യാറാക്കുന്ന സാമ്പാറിനും. ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്ന സ്റ്റുഡൻസിനും ജോലി ചെയ്യുന്നവർക്കും അതുപോലെ വീട്ടിൽ നിന്ന് അകന്ന് നിൽക്കുന്നവർക്കുമൊക്കെ ഇതുപോലെ ഒരു സാമ്പാർ പ്രീമിക്സ് ഉണ്ടാക്കി വെച്ചാൽ അവർക്ക് ഏത് സമയത്തും നിഷ്പ്രയാസം 10 മിനിറ്റ് കൊണ്ട് സാമ്പാർ ഉണ്ടാക്കാൻ സാധിക്കും. പരിപ്പ് ഇപ്പോൾ ആവശ്യത്തിന് ചൂടായിട്ടുണ്ട്. ഇതിൽ ചേർത്തത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ കായപ്പൊടിയുമാണ്. ഇത് പരിപ്പ് എങ്ങനെ ചൂടായെന്നറിയാനായിട്ട് ഈ കറിവേപ്പില കയ്യിലെടുക്കുമ്പോൾ നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടണം. ആ പൊടിഞ്ഞ് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് പരിപ്പ് നന്നായിട്ട് ചൂടായിട്ടുണ്ടെന്ന്. ഇതിനി തണുത്തിട്ട് പൊടിച്ചെടുക്കാം. ആ സമയത്ത് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. ഇഡ്ഡലി മാവ് നോക്കിക്ക് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട്. അല്പം പോലും അരി ചേർക്കാത്ത വളരെ ഹെൽത്തി ആയിട്ടുള്ള ചാമയരി ഇഡ്ഡലിയാണിത്. ഇതുകൊണ്ട് നമുക്ക് ദോശയും ഊത്തപ്പവും ഒക്കെ തയ്യാറാക്കാൻ സാധിക്കും. മുമ്പൊന്നും നമ്മൾക്കറിയില്ലായിരുന്നു ഈ ചാമയരിക്ക് ഇത്രയധികം ഗുണങ്ങളുണ്ടെന്ന്. അന്നൊക്കെ പക്ഷികൾക്കാണ് ഈ ചാമയരി കൊടുത്തിരുന്നത്, പുല്ലരി എന്നൊക്കെ പറയുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഈ ചാമയരി കൊണ്ട് ഉപ്പുമാവ്, കഞ്ഞി, പുട്ട്, പായസം എന്നിവയൊക്കെ ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്.
ആഴ്ചയിൽ 2-3 ദിവസം കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. കൂടുതൽ ഇത് കഴിച്ചാൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, വാതം വരാനുള്ള സാധ്യതയുണ്ട്, ശരീരം കൂടുതൽ മെലിയാനും സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ ഇത് കഴിക്കുന്നതിലൂടെ കഫം, പിത്തം, വിഷബാധ എന്നിവയൊക്കെ കുറയ്ക്കാൻ സാധിക്കുമെന്ന് പറയുന്നു. ഇഡ്ഡലി സ്റ്റീം ചെയ്യാനായിട്ട് വച്ചു. പരിപ്പ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുക്കാം. നല്ലതുപോലെ പൊടിയണം. എത്രത്തോളം പൊടിയും അത്രയും നല്ലതാണ്. ഈ ഒരു പൊടി കൊണ്ട് 12 പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ തക്ക സാമ്പാർ ഉണ്ടാക്കാൻ സാധിക്കും. നോക്കിയേ, നമ്മുടെ സാമ്പാർ പൊടി റെഡി ആയിട്ടുണ്ട്. ഇതിൽ ചേർത്തിരിക്കുന്ന അളവൊക്കെ വളരെ കറക്റ്റാണ്. ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന സാമ്പാറിൻ്റെ അതേ ടേസ്റ്റ് വരും ഈ തരത്തിലുള്ള ഒരു പൊടി കൊണ്ട് തയ്യാറാക്കിയ സാമ്പാറും. ഇത് മുമ്പ് ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ടറിയാം. വളരെ കറക്റ്റാണ് ഈ ഒരളവ്. ഇനി ഇതിനൊരു കടുക് താളിച്ചു കൂടെ വച്ചാൽ പിന്നെ നമുക്ക് പച്ചക്കറി മാത്രം വേവിച്ചാൽ മതിയല്ലോ. അതിനായിട്ടാണ് ഈ കടുക് താളിക്കുന്നത്. ഈ പൊടി ഇനി ഇതിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പിന്നെ സാമ്പാർ ഉണ്ടാക്കിയാൽ കടുക് വറുക്കേണ്ട പോലും ആവശ്യമില്ല. മക്കൾക്കൊക്കെ ദൂരെ ഇരിക്കുകയാണെങ്കിൽ അവർക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു സാമ്പാർ പൊടിയാണിത്. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് ഒന്ന് തണുത്തതിന് ശേഷം കുപ്പിയിലാക്കി ഫ്രിഡ്ജിലാണെങ്കിൽ 1 മാസത്തോളം ഇരിക്കും. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കാൻ നോക്കുക. മാസത്തിൽ 1-2 പ്രാവശ്യം ഇതുപോലൊരു പ്രീമിക്സ് തയ്യാറാക്കി വെച്ച് നോക്കിക്കേ. നിങ്ങൾക്ക് രാവിലെ എന്ത് എളുപ്പമാണ് സാമ്പാർ ഉണ്ടാക്കാനെന്ന്. ഇനി ഇതുകൊണ്ട് എങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നതെന്ന് കാണണ്ടേ? അതിനായിട്ട് പാൻ ചൂടാക്കി ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ എന്താണ് പച്ചക്കറികൾ ഇടാൻ പോകുന്നത് അതൊക്കെ ഈ ഒരു പാനിലിട്ട് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. നോക്കിയാൽ ഞാനിവിടെ ചെറിയ ഉള്ളി, ടൊമാറ്റോ, പൊട്ടറ്റോ, ക്യാരറ്റ്, 2 ചെറിയ കത്തിരിക്ക, വെണ്ടയ്ക്ക ഇത്രയുമാണ് ചേർത്തത്. വെള്ളരിക്കയും പടവലങ്ങയും ചേമ്പും ഒന്നും ഇല്ലായിരുന്നു. അതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ചെറിയ ഉള്ളി മാത്രം ഇട്ട് വേണമെങ്കിലും ഇതുപോലെ പൊടിയിട്ട് സാമ്പാർ ഉണ്ടാക്കാം. ഇത് 1-2 മിനിറ്റ് ഒന്ന് ഇളക്കിയ ശേഷം നമ്മുടെ പൊടിയിൽ നിന്ന് 4 ടേബിൾ സ്പൂൺ എടുക്കുകയാണ്. അതായത് 1/4 കപ്പോളം വരും. ഇത്രയും മതി ഇത്രയും പച്ചക്കറി ചേർത്തുള്ള സാമ്പാറിന് വേണ്ടി. ബാക്കി വന്നത് ഞാനിത് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പോവുകയാണ്. ഈ എടുത്തു വച്ചിരിക്കുന്ന സാമ്പാർ പൊടി ഈ പച്ചക്കറിയിലിട്ട് 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് വെള്ളം ഡയറക്റ്റ് ചേർക്കുകയാണെങ്കിൽ ഇത് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് പൊടി. അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കാം. പച്ചക്കറി വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നല്ലതുപോലെ ഇളക്കി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അടച്ചു വച്ചിട്ട് 10 മിനിറ്റ് വേവിച്ചാൽ മതി. കുക്കറിലാണെങ്കിൽ 1 വിസിൽ കേൾപ്പിച്ചാൽ മതി. ഈ സമയം കൊണ്ട് ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ മിക്കവാറും മില്ലറ്റാണ് കഴിക്കുന്നത്. ജോവർ, റാഗി, ഇതുപോലെ ചാമേരി എന്ന ലിറ്റിൽ മില്ലറ്റ്, പലതരത്തിലുള്ള മില്ലറ്റുകളുണ്ട്. ഒരു ടൈപ്പ് അല്ലാതെ പലതരത്തിലുള്ള മില്ലറ്റുകൾ മാറി മാറി കഴിക്കുന്നത് നല്ലതാണ്. ഇഡ്ഡലിയിൽ അല്പം വെള്ളം തളിച്ച് വെച്ചാൽ പെട്ടെന്ന് തണുക്കുകയും ചെയ്യും, മോൾ ഭാഗം ഡ്രൈ ആവുകയുമില്ല. അതൊന്ന് തണുത്തിട്ട് നമുക്കെടുക്കാം. ഇപ്പോൾ നോക്കിക്കേ, നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണമുണ്ട്. കായം കുറച്ച് കുറവാണ്. വീണ്ടും കായം ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. കായത്തിനൊക്കെ ഭയങ്കര വിലയല്ലേ. 1 ഡബ്ബ മുഴുവൻ ചേർത്താലും ഇപ്പോഴുള്ള കായത്തിനൊന്നും ഒരു മണവുമില്ല. കുറച്ച് മല്ലിയില കൂടി ചേർക്കാം. ഇപ്പോൾ നോക്കി, നല്ല അസലായിട്ടുള്ള സാമ്പാർ റെഡിയായത്. അപ്പോൾ ഇതുപോലെ തീർച്ചയായിട്ടും ഈ ഒരു പൊടി തയ്യാറാക്കി നോക്കുക. ഒരു പ്രാവശ്യം നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഈ പൊടി ഉണ്ടാക്കി സൂക്ഷിക്കാൻ തോന്നും. വളരെ സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയാണ്.